അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഓക്കെ. അബു അയ്യാൻ ചോദിച്ച ചോദ്യത്തിൽ ഒരു ആദർശപരമായ സങ്കീർണമായ ഒരു പ്രശ്നം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതുകൊണ്ടാണ് കൈപ്പറ്റിയത്. അതായത് ഈ അബ്ദുൽ ഗഫാർ മൗലവി എന്ന് പറയുന്ന ആള് ഒരു സ്വയം മുജ്തഹിദാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ബിദഈ പ്രസ്ഥാനങ്ങളുടെ സംഘടനയുടെ മേൽവിലാസത്തിലൊന്നുമല്ലാതെ കേരളത്തിലെ സുന്നി കുടുംബങ്ങളിലൂടെ ഈ പുസ്തകം വിതരണം ചെയ്ത് ഒരു പ്രത്യേക മദ്ഹബിന്റെ പിന്നാലെ ഉള്ള ആളുകളെ മദ്ഹബ് ചിന്തകളിൽ നിന്നൊക്കെ പിറകോട്ട് വലിച്ച് മദ്ഹബില്ലാത്തവരാക്കി മാറ്റി അങ്ങനെ ഒരു പ്രത്യേക മുജാഹിദെന്നോ ജമാഅത്തെന്നോ സംഘടനാ അഡ്രസ്സിലൂടെ അല്ലാതെ ബിദ്അത്തുകാരുടെ ആശയത്തിലേക്ക് ആളുകളെ വലിച്ചുകൂട്ടുന്ന ഗൂഢമായ നീക്കമാണ് അബ്ദുൽ ഗഫാർ മൗലവിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദിക്റുകളിലെ ആ യഥാർത്ഥ ദിക്റുകളിൽ തെറ്റുണ്ടോ ഇല്ലേ എന്നതല്ല പ്രശ്നം. അതിലുപരി ആ നീക്കം സുന്നത്ത് ജമാഅത്ത് എന്ന അതിൻ്റെ സംഘടനകളിൽ നിന്നും കേരളത്തിലെ പരമ്പരാഗതമായ പണ്ഡിതന്മാർ പറയുന്ന ആ ദീനി ആചാരങ്ങളിൽ നിന്നും ആളുകളെ പുറത്തേക്ക് വലിച്ച് എല്ലാവരെയും മുത്തലക്ക് മുജ്തഹിദാക്കി മാറ്റുന്ന അപകടകരമായ നീക്കം അബ്ദുൽ ഗഫാർ മൗലവിയുടെ പ്രവർത്തനത്തിലുണ്ട് എന്നതാണ് വളരെ അപകടകരമായി ഈ സമൂഹത്തിൽ പിടിപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ബോധമുള്ള എല്ലാ പ്രവർത്തകന്മാരും കുടുംബ മീറ്റുകളൊക്കെ സംഘടിപ്പിച്ച് അതിനെതിരെ ആശയപരമായ നല്ല സമരം തന്നെ നടത്തേണ്ട കാലഘട്ടമാണുള്ളത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുന്നു. തബ്ലീഗ് ജമാഅത്ത് നമുക്ക് നോക്കിയാൽ കാണാം. തബ്ലീഗ് ജമാഅത്തിൽ ഓരോ ടീമിൽ ഇങ്ങനെ യാത്ര പോകാൻ കൂടിയാൽ മതി. പോകുന്ന ആൾക്ക് ജമാഅത്തുകാരനാണെങ്കിൽ ജമാഅത്താകാം, മുജാഹിദുകാരന് മുജാഹിദായും കൊണ്ട് പോകാം, ഖാദിയാനിക്ക് ഖാദിയാനി ആയും കൊണ്ടും പോകാം. തബ്ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഖാദിയാനി ആകണീനോ, ഒരാൾ ജമാഅത്താകണീനോ, ഒരാൾ തബ്ലീഗുകാരനാകണീനോ, ഒരാൾ അഹ്ലുൽ ഹദീസ് ആകുന്നതിനോ, ഒരാൾ ഒന്നുമല്ലാത്ത ആളാവുന്നതിനും അവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിനും തബ്ലീഗ് ജമാഅത്ത് എന്നൊരു സംഘടനാ പേര് അവർക്കുണ്ട്. ഈ വിഭാഗത്തിന് അതും ഇല്ല. അപ്പോൾ കേരളത്തിൽ പരമ്പരാഗതമായി നിലനിന്നു വന്ന ആ ഒരു ഇസ്ലാമിക പരമ്പര അതിൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഒരുപാട് കുടുംബങ്ങളെ അടർത്തിയെടുത്ത് വേറെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്ന ഗൂഢനീക്കം ഈ ഗഫാർ മൗലവിയുടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ പതിയിരിക്കുന്നുണ്ട് എന്ന അപകടം നമ്മൾ നമ്മുടെ എല്ലാ വേദികളിലും മുസ്ലിം പൊതുജനത്തെ ഉത്ബുദ്ധരാക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ മൈക്കോടുന്നു. പയ്യോളി ഉസ്താദ് വന്നിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഊഴമാണ്. അല്പസമയം ഞാനുണ്ടാവുള്ളൂ ഇൻഷാ അല്ലാഹ്. കുറച്ചു നേരം ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. അല്ലാഹു തആല നല്ല ദീർഘായുസ്സൊക്കെ കൊടുക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു അത് ആ മൻസിലിനെ കുറിച്ച് തന്നെ ചെറിയൊരു സംശയം അതില്. പിന്നെ അതിൽ നമ്മുടെ ഖുർആനിലെ ആയത്തുകളൊക്കെ മലയാളത്തിൽ എഴുതിയായിട്ട് കാണുന്നു. അത് ഉദാഹരണത്തിന് ഹാലിക്ക് എന്നുള്ള ഹാലിക്കായിട്ടു അങ്ങനൊക്കെ എഴുതി. അങ്ങനെ ഖുർആന് മലയാളീകരിക്കാൻ പറ്റുമോ, മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഉസ്താദിലേക്ക് മൈക്കിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഡോക്ടറുടെ ചോദ്യത്തിന് ശബ്ദം കുറവായിരുന്നു. എനിക്ക് സംശയത്തോടെയാണ് ഞാൻ കേട്ടത്. ഖുർആനിൻ്റെ ആയത്തുകൾ മലയാളത്തിൽ എഴുതുന്നു, അത് പറ്റുമോ എന്നാ തോന്നുന്നു ചോദിച്ചത്. അങ്ങനെയാണോ? ഓക്കെ. അത് വലിയ അപകടമാണ്. ഖുർആനിൻ്റെ അക്ഷരങ്ങൾ, ഖുർആനിൻ്റെ വചനങ്ങൾ അറബി അല്ലാത്ത അക്ഷരങ്ങളിൽ എഴുതൽ ഹറാമാണ്. അത് കുറ്റകരമാണ്. ഫവാസ് അല്ലെങ്കിൽ മൻസിൽ എന്ന് പറഞ്ഞ ബുക്ക് വായിച്ച ആൾക്ക് അതുകൊണ്ടുണ്ടാവുന്ന അപകടം എഴുതിയ ആൾക്കുള്ള കുറ്റമല്ല. എഴുതിയ ആൾക്കാണ് അത് എഴുതിയ കുറ്റം വരിക. വായിച്ച ആള്
അക്ഷരം വ്യക്തമാക്കി വായിക്കാതിരുന്നാൽ അത് വായിക്കുമ്പോൾ അയാളും ആ കുറ്റത്തിൽപ്പെടും. അതേസമയം ഇങ്ങനൊരു വിധി വരാൻ കാരണം അറബി അക്ഷരങ്ങളിൽ പലതും അറബി അല്ലാത്ത ഭാഷകളിൽ ഇല്ലാത്തതാണ്. ഖുർആനിന്റെ അക്ഷരങ്ങൾ അതിനെ സ്ഥാനം തെറ്റിച്ച് ഉച്ചരിച്ചാൽ അത് കുറ്റം കിട്ടും. അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല. ഖുർആനിന്റെ വചനങ്ങൾ മാത്രമല്ല, ദിക്റുകൾ പോലും അതിന് ഭംഗം വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പലപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്, ഇസ്ലാമില് ആദ്യകാലത്ത് സലാം പറഞ്ഞിരുന്ന ശൈലി എങ്ങനെയാണ്? സലാമുല്ലാഹി അലൈക്കും എന്നാണ്. ഈ സലാം കൊണ്ടുള്ള അഭിവാദ്യം പണ്ട് കാലത്തെ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നതാണല്ലോ. സലാമുല്ലാഹി അലൈക്കും എന്നാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഖുർആനൊന്നുമല്ല, മുസ്ലിങ്ങളുടെ ഒരു അഭിവാദ്യ ശൈലിയാണ്. അതൊരു ദിക്റാണ്. അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പറയുന്ന ഒരു ദിക്റാണ്. അത് സലാമുല്ലാഹി മാറി അസ്സലാമു അലൈക്കും എന്നതിലേക്ക് മാറാനുണ്ടായ കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരിക്കൽ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ കടന്നു വന്നു. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങളുടെ മുലകുടി ബന്ധത്തിലെ പെങ്ങളാണ്. ഹലീമ ബീവിയുടെ മുല കുടിച്ച മറ്റൊരു സ്ത്രീയാണ് ഉമ്മു ഐമൻ. അപ്പോൾ റസൂലുള്ളാഹിന്റെ സഹോദരിയാണ്. അതുകൊണ്ട് അവർക്കിടയിൽ മഹറമിയത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് കടന്നു വരും. ആ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഉമ്മു ഐമൻ ബീവി പറഞ്ഞ സലാം സലാമുല്ലാഹി അലൈക്കും എന്നാണ്. ഉമ്മു ഐമൻ ബീവിക്ക് നാവിൽ കൊഞ്ഞ ഉണ്ടായിരുന്നു. എല്ലാ അക്ഷരങ്ങളും വ്യക്തമായി ഉച്ചരിക്കാൻ കഴിയാത്തൊരു പ്രയാസമുള്ള ആളായിരുന്നു ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. അപ്പോൾ അവർ ഈ സലാമുല്ലാഹി അലൈക്കും എന്ന് പറഞ്ഞത് സലാമുല്ലാഹി അലൈക്കും എന്നായി മാറി. അവിടെ ആ അല്ലാഹു എന്ന വാക്ക് അല്ലാഹു എന്നായപ്പോൾ അത് റസൂലുള്ളാഹി തങ്ങൾക്ക് സഹിക്കാൻ കഴിയാതെ ആ നിമിഷം അവരോട് പറഞ്ഞു, ലാ തഖൂലി ഹക്കദാ ഖൂലി അസ്സലാമു അലൈക്കും. അവിടെയാണ് സലാമുല്ലാഹി അലൈക്കും മാറിയിട്ട് അസ്സലാമു അലൈക്കുലേക്ക് എല്ലാവരും വരുന്നത്. സലാമുല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ രക്ഷയാണ്. അതേ അർത്ഥമാണ് അസ്സലാമു എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ രക്ഷ എന്ന് തന്നെയാണ്. ഇങ്ങനെ ദിക്റുകളിൽ പോലും അതിൻ്റെ പദങ്ങൾക്ക് കോട്ടം വരുന്നത് സൂക്ഷിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ മതം, പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ അറബി അല്ലാത്ത ലിപിയിൽ അത് എഴുതിയാൽ അതിൻ്റെ അക്ഷരങ്ങളുടെ കൃത്യത തെറ്റും എന്ന കാരണത്താൽ എഴുതൽ ഹറാമാകുന്നു, പാടില്ല. ഇവരുടെ മൻസിലിൻ്റെ ബുക്കിൽ മാത്രമല്ല, വിദേഹത്തുകാരുടെ പാഠപുസ്തകങ്ങളിലുമൊക്കെ മലയാള പുസ്തകങ്ങളിൽ സാന്ദർഭോചിതമായ ആയത്തുകളും ദിക്റുകളും ഒക്കെ കൊടുത്തിടത്തും അത് എഴുതുന്നുണ്ട്. അവിടെയുമൊക്കെ ഈ തെറ്റുകൾ വരും. അത് നമ്മൾ അതേ പ്രകാരം വായിച്ചാൽ വായിക്കുന്ന നമുക്കും ആ തെറ്റ് വരും. അത് ആ ദിക്റിനകത്ത് അടങ്ങിയിരിക്കുന്ന മറ്റൊരു മേഖലയിലെ അബദ്ധങ്ങളാണ്. അല്ലാഹു തആല അതിൽ നിന്നും നമ്മുടെ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. പയ്യോളി ഉസ്താദ് മൈക്കേക്ക് വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇവിടെ ഒരു PM വന്നു ഉസ്താദെ, അപ്പൊ അത് ഒന്ന് വായിക്കാൻ, അതിന് അവരാവശ്യപ്പെടുന്ന ആദർശ ചർച്ചയിൽ ചർച്ച അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കണം എന്നാണ്. പിന്നെ നസ്സുൽ ഖമർ എന്ന് പറയുന്ന ഒരു സഹോദരന് മൈക്ക് ഇല്ലാത്ത ആളാണ്, വലിയ തിരക്കില്ലാത്തത് കൊണ്ട് പരിഗണിക്കുമെന്ന് കരുതട്ടെ. കുവൈത്തിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തബ്ലീഗിന്റെ ഒരു മലയാളി ജമാഅത്ത് ടീം വന്നിട്ടുണ്ട്. അവർ റൂമുകൾ കയറി ആളുകളെ ക്ഷണിക്കുകയും അവരിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു. ആദർശ ചർച്ചയുടെ സമയം ആയതിനാൽ ഇപ്പോൾ അവരെ കുറിച്ചും അവർ നമ്മളും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചും ഒരു ചെറിയ വിശദീകരണം നൽകാമോ എന്നാണ് ചോദിച്ചത്. ഞാൻ മൈക്ക് വിട്ടിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തബ്ലീഗ് ജമാഅത്തുമായി നമുക്കുള്ള വ്യത്യാസം, തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപക നേതാക്കളൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ. തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപക നേതാക്കളൊക്കെ പലരും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ്. അവരുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ ഇബ്നു അബ്ദുൽ വഹാബ് ആദർശരംഗത്ത് മുസ്ലിം സമുദായത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ
കർമ്മരംഗത്തിലൂടെ ആ ആശയത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന മറ്റൊരു ശൈലിയിലുള്ള പ്രവർത്തനമാണ് നാം നടത്തുന്നത് എന്ന് അതിൻ്റെ ചില നേതാക്കൾ തന്നെ എഴുതി വെച്ച ലേഖനങ്ങളിലുണ്ട്. പെട്ടെന്നുള്ള ചോദ്യമായതുകൊണ്ട് അതിൻ്റെ പുസ്തകവും പേജും നമ്പറും പറഞ്ഞ ആളും എഴുതിയ ആളും എവിടെ എഴുതി അതൊക്കെ വേണമെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് സംഘടിപ്പിച്ചു തരും. പക്ഷെ ഇപ്പോൾ അത് ആ അർത്ഥത്തിൽ കൃത്യയോടെ പറയാൻ പറ്റില്ല. നമ്മൾ നേതാക്കന്മാരെല്ലാവരും പറഞ്ഞു തന്നിട്ടുള്ളതിൽ നിന്ന്, വായിച്ചിട്ടുള്ളതിൽ നിന്നും, അവരുടെ പുസ്തകങ്ങൾ തന്നെ നേരിട്ട് കണ്ടതിൽ നിന്നുമൊക്കെ മനസ്സിലാക്കിയതനുസരിച്ച് തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപക നേതാക്കളിൽ പലരും ഇബ്നു അബ്ദുൽ വഹാബിന്റെ ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുമാണ്. ഈ ഇബ്നു അബ്ദുൽ വഹാബ് മുസ്ലിം സമൂഹത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ആദർശങ്ങളിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ അടുപ്പിച്ചു കൊടുക്കുക എന്നതാണ് തബ്ലീഗ് പ്രവർത്തനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് തബ്ലീഗിന്റെ തന്നെ സ്ഥാപക നേതാക്കൾ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ വഹാബികൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം മദ്ഹബിന്റെ ഇമാമുകളുടെ പിന്നിൽ നിന്നും മുസ്ലിം സമുദായത്തെ പിറകോട്ട് വലിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ വിദേഹത്തുകാരുടെ ലക്ഷ്യം. ആ ലക്ഷ്യമാണ് തബ്ലീഗ് ജമാഅത്തുകാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. തബ്ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം ഏത് ആശയക്കാരനും അവൻ്റെ ടീമിൽ പോകാം. അവരൊരാളോട് നീ സുന്നി ആവണമെന്ന് പറയില്ല, നീ ജമാഅത്താവണമെന്ന് പറയില്ല, മുജാഹിദ് ആവണമെന്ന് പറയില്ല. ആരും ആവുന്നതിന് അവർക്ക് എതിരുമില്ല. ഈ ആരും ആവുന്നതിന് അവർക്ക് എതിരില്ല എന്ന് പറയുന്ന അവസ്ഥ പ്രത്യേകമായും വേട്ടയാടുന്നത് സുന്നി മുസ്ലിം പൊതുസമൂഹത്തെയാണ്. കാരണം മുജാഹിദായ ഒരാൾ ഒരിക്കലും തബ്ലീഗാന്റെ കൂടെ പോകില്ല എന്ന് അവർക്കറിയാം. എല്ലാവരോടും പുഞ്ചിരിച്ച് നല്ല കാര്യങ്ങളാണെന്ന് പരക്കെ എല്ലാവരും സമ്മതിക്കുന്ന കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ജനങ്ങളോട് ഉപദേശം നടത്തുക. ഈ ഉപദേശം നടത്തുന്ന ജനങ്ങളാണെങ്കിലോ അവർക്ക് പോലും വുളുവിന്റെ ഷർത്ത് എന്താ, ഫർളെന്താ, നിസ്കരിക്കേണ്ടത് എങ്ങനെ, ജമാഅത്തിന്റെ നിയമങ്ങൾ എങ്ങനെയെന്ന മസ്അല പോലും അറിയില്ല. എല്ലാം പാമരന്മാരും പൊതുജനങ്ങളുമായ ആളുകൾ മറ്റുള്ളവരെ വയല് പറഞ്ഞ് നന്നാക്കാൻ നടക്കുന്ന ഒരു സംഘടനയാണ് അത്. ഈ അബദ്ധങ്ങളൊന്നും അതിൽ കുടുങ്ങി നടക്കുന്ന ജനങ്ങൾ അറിയാതെ പോകുന്നു. ഇതിൽ കുടുങ്ങുന്ന ആളുകളൊക്കെ യഥാർത്ഥത്തിൽ ഞാനൊരു നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കണമെന്ന് സത്യത്തിൽ കൊതിച്ച പാവങ്ങളാണ്. അങ്ങനത്തെ ആളുകളുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ട് തന്ത്രപരമായി അഇമ്മത്തിന്റെ പിന്നിൽ നിന്നും ഉമ്മത്തിനെ പിറകോട്ട് വലിക്കുക എന്ന ലക്ഷ്യം ഇബ്നു അബ്ദുൽ വഹാബിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് നൽകിക്കൊടുക്കുക, നേടിക്കൊടുക്കുക എന്നതിനു വേണ്ടി ആവിഷ്കരിച്ച ഈ വർക്കിലൂടെ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കുറേ ഉദാഹരണങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. വിദേഹത്തിന്റെ ആശയക്കാരുടെ പല ആശയങ്ങളും തബ്ലീഗുകാർ എഴുതി വെച്ചുള്ള പുസ്തകങ്ങളിലുണ്ട്. അള്ളാഹു തആല നുണ പറയുന്നവനാണെന്ന് എഴുതി വെച്ച വിഭാഗമാണത്. അള്ളാഹ്ക്ക് നുണ പറയൽ അനുവദനീയമാണ്. തബ്ലീഗ് നേതാവിന്റെ പുസ്തകത്തിലുണ്ട് അള്ളാഹു കളവ് പറയും. ലോകത്തെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം അങ്ങനെ എഴുതിയിട്ടുണ്ടോ? അള്ളാഹു തആലക്ക് കളവ് പറയാം എന്ന് തബ്ലീഗിന്റെ നേതാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ നേതാവിന്റെ ഗ്രന്ഥത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് ഈ ടീമിൽ പോകുന്ന പാമരങ്ങളായ സാധു ജനങ്ങൾക്ക് അറിയില്ല. നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങളെ മനസ്സിൽ വിചാരിച്ചാൽ നീ ഇസ്ലാമെന്ന് പുറത്തു പോകുമെന്നും ആ സമയത്ത് അതിനേക്കാൾ നല്ലത് നിന്റെ വീട്ടിൽ വളർത്തുന്ന കാളയെയോ പൂച്ചയെയോ ഓർക്കലാണ് നിനക്ക് അതിനേക്കാൾ നല്ലതെന്നും തബ്ലീഗിന്റെ നേതാവ് മുഹമ്മദ് ഇല്യാസ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയെത്ര അബദ്ധങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിദേഹത്ത് ആചാര്യനായ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ചിന്തകൾക്ക് ശക്തി പകരുന്ന അതിന് ആവശ്യമായ വർക്കാണ് നാം ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ തന്നെ പ്രഖ്യാപിച്ച ആ ആദർശം, ആ നയം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് എന്നതാണ് തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്ന അബദ്ധം. പുസ്തകങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് തബ്ലീഗിനെ കുറിച്ച് ഒരു ദിവസത്തെ ഫുൾ ചർച്ച തന്നെ നമ്മുടെ ഈ ക്ലാസ്സിൽ നടത്തിയാലും അതിലെ അബദ്ധങ്ങൾ പറഞ്ഞാൽ തീരൂല. അത് മുന്നൊരുക്കത്തോടു കൂടെ തന്നെ നടത്തണം. അതുകൊണ്ട്
വിശ്വാസത്തിൽ അങ്ങേയറ്റത്തെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ തബ്ലീഗുകാരൻ തന്നെ അവരെ നേതാക്കന്മാരെ എഴുതി വെച്ച ബുക്കിലുണ്ട് എഴുതി തവസ്സുല് ചെയ്യാൻ പാടില്ല, ഇസ്തിഹാസ ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ തബ്ലീഗുകാരൻ അവരൊരു സ്വലാത്തിലുള്ള ഈ പോക്കിലൊക്കെ പോയിക്കോട്ടെ, ഒരു 10 സ്വലാത്ത് ആ സഭ പിരിയുമ്പോൾ പോലും അവർ ചൊല്ലുന്നതല്ല. കൂടിയിരുന്ന സ്വലാത്ത് ചൊല്ലുന്നതിനെ ദിക്ർ ചൊല്ലുന്ന അവർക്കിങ്ങനെ പിന്നെ പുസ്തകം നോക്കി ആരോ എഴുതി വെച്ച ബുക്കുകൾ ഇങ്ങനെ എല്ലാവർക്കും തിരിയുന്ന മലയാളമാണ് ഒരാളിങ്ങനെ വായിക്കുക, എല്ലാവരും ഇങ്ങനെ കേൾക്കുക, എന്നിട്ട് ചോറും കൂട്ടാനും ഉണ്ടാക്കുക, തിന്നുക. ഇതിപ്പോൾ ഒരു വലിയ അമലായിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പം എന്താണ്, ആ സംഘത്തിലേക്ക് ആളെ ഉണ്ടാക്കാൻ നിസ്കരിക്കാൻ പറയണം. നിസ്കരിക്കാൻ ഇപ്പം നമ്മളൊക്കെ പറയുന്നില്ലേ, നിസ്കരിക്കാൻ പറയൽ നല്ല കാര്യം തന്നെയല്ലേ. നോമ്പ് നോൽക്കാൻ പറയണം, തലമറക്കാൻ പറയണം. തലമറക്കാനൊന്നും പറയില്ല കേട്ടോ, അത് വിദേഹത്തുകാർക്ക് പറ്റാത്ത വിഷയമാണ്. പക്ഷെ അതവർ പറയില്ല. ഇവർ ശ്രദ്ധിച്ചു നോക്കി, അവർ തല മറച്ചാൽ പോലും മറ്റൊരാളോട് മറക്കാൻ അവർ പറയില്ല. അങ്ങനെയാണ് തബ്ലീഗുകാരൻ്റെ സ്വഭാവം. തബ്ലീഗ് എന്ന് പറയുന്നത് പ്രത്യേകമായൊരു വേഷവും ഒരു രൂപവും ഒക്കെ സ്വീകരിച്ചിട്ട് അവരിങ്ങനെ ഒരു പ്രത്യേക വിങ്ങായി ഇങ്ങനെ നടക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ ആ ടീമിൻ്റെ അഖീദയിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അതിൻ്റെ ചെറിയ ചില ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഉപോത്ബലകമായ ഉദ്ധരണികൾ സക്കിയ പോലെയുള്ള ആളുടെയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് പോസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ഇൻഷാ അള്ളാ ഇന്നല്ലെങ്കിൽ മറ്റൊരു സമയത്ത് തബ്ലീഗിൻ്റെ ഗ്രന്ഥങ്ങളിലുള്ള എല്ലാ അബദ്ധങ്ങളും ലക്ഷ്യസഹിതം രേഖസഹിതം ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ നമുക്ക് റെഡിയാണ്. വേണമെങ്കിൽ ഒരു ദിവസം നിശ്ചയിച്ചോളൂ, നമുക്ക് അങ്ങനെ ഒരു ചർച്ചയാകാം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.